നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചൈനീസ് ഐറ്റം ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. ഫാസ്റ്റായിട്ട് തീരുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജീര റൈസ് തയ്യാറാക്കി ബസുമതി റൈസ് ബോയിൽ ചെയ്ത് വെച്ചിരുന്നു. ആ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ വരുന്നൊരു പാത്രത്തിലാണ് നമ്മൾ ആദ്യം റൈസ് നല്ല രീതിയിൽ വാഷ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അത് നമ്മൾ 3-4 പ്രാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് ആദ്യം തന്നെ വാഷ് ചെയ്യുക. കുതിർന്നതിന് ശേഷം നമ്മൾ വാഷ് ചെയ്താൽ ശരിക്കും പൊട്ടിപ്പോവും. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ ഈ റൈസ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 1/2 മണിക്കൂറായി. അപ്പോൾ നല്ല രീതിയിൽ ഈ റൈസ് നല്ല പൊലിമയോടുകൂടി തന്നെ വന്നിട്ടുണ്ട്, വലുതായിട്ട് വരുന്നുണ്ട്. 1/2 മണിക്കൂർ നല്ല രീതിയിൽ മതിയാവും. അത് കൂടുതൽ നമ്മൾ ഇതാവണമെന്നില്ല, പെട്ടെന്ന് വേവുകയും ചെയ്യും. വലിയ രീതിയിൽ ഈ റൈസ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ കുതിർന്ന് വന്നു. ഇനി നമ്മൾ വെള്ളം നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മാത്രമാണ് ഈ റൈസ് അതിലേക്ക് സ്ട്രെയിൻ ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇടുന്നത്. ഒരു കപ്പ് റൈസിന് ഒരു 4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ എന്തായാലും ഒഴിച്ചു കൊടുക്കുക. ഒരു നാരങ്ങയുടെ പകുതി നമ്മൾ പിഴിഞ്ഞതിലേക്ക് ഒഴിക്കുക. ആ പീസ് കൂടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബസുമതി റൈസ് നല്ല രീതിയിൽ കുതിർന്ന് വന്നു. അത് നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ അരിപ്പയിലേക്ക് നമ്മൾ മാറ്റി വെച്ചു. ഇനി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള റൈസ് അതിലേക്ക് ഇടുക. അപ്പം തന്നെ ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ റൈസ് നല്ല രീതിയിൽ തിളച്ച വെള്ളത്തിലേക്ക് റൈസ് ശരിക്കും സ്ട്രെയിൻ ചെയ്ത് മാറ്റി ഇതിലേക്ക് ഇട്ടു. നാരങ്ങ നീര് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും റൈസ് നല്ല വൈറ്റ് കളറായിട്ട് നല്ല തുമ്പപ്പ് പോലെ ഇരിക്കും. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് റൈസ് കിട്ടും. നമ്മൾ പിന്നെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഒരല്പം ഓയിൽ കൂടി നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരസ്പരം റൈസ് പെട്ടെന്ന് കൂട്ടി യോജിക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് തള വരുന്നവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് പുറത്തൊക്കെ സ്പ്രെഡ് ആവുന്നതുകൊണ്ട് നമ്മൾ തള വന്നു കഴിയുമ്പോൾ ജസ്റ്റ് വീണ്ടും എടുത്ത് ഇതിൻ്റെ ലിഡ് മാറ്റും. ഒരു 20 മിനിറ്റിനുള്ളിൽ റൈസ് നല്ല രീതിയിൽ കുക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേരള റൈസ് പോലെ ഇട്ടിട്ട് പോകരുത്. ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ സ്റ്റേജും. അത് കറക്റ്റായിട്ട് വെന്ത് ഒരു 90% കുക്കായി വരുമ്പോൾ നമ്മളത് സ്ട്രെയിൻ ചെയ്യാണ്. ആവിയിൽ പോലും ഈ സാധനം കുക്കാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും കുക്കായിട്ട് നമ്മൾ മാറ്റാനിരുന്നാൽ ഈ സംഭവം പെട്ടെന്ന് പശ പോലെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോയിലിംഗ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഒരു 90% വേവാൽ തന്നെ നമുക്ക് പതുക്കെ കോരി മാറ്റാൻ പറ്റും. കാരണം ഇങ്ങനെ ഇത് ഒന്നിച്ച് ചേർന്നിരുന്നാൽ തന്നെ പെട്ടെന്ന് ഇത് കുക്കാവുന്ന ഒരു മെത്തേഡാണ് ബസുമതി റൈസിൻ്റെ. അപ്പോൾ നമ്മളത് ഒരു 15 മിനിറ്റ് കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് കുക്കായിട്ട് തന്നെ കിട്ടും. അടഞ്ഞിരിക്കുന്ന ആവിയെല്ലാം പോകുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ടാണ് വീണ്ടും ഓയിൽ വയ്ക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആദ്യം ബസുമതി റൈസ് ബോയിൽ ചെയ്യാൻ വെച്ചു. അത് നമുക്ക് കുറച്ചധികം ഒരു 1 കിലോയോ 2 കിലോ ഒക്കെ നമ്മൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചക്കാലം സിമ്പിളായിട്ട് ഫ്രിഡ്ജിൽ അത് ഇരുന്നോളും. അത് കറക്റ്റ് വേവായിട്ടിരുന്നാൽ അതിനൊരു പൊടിയിലോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കറക്റ്റായിട്ടൊരു നല്ലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചക്കാലം ഭംഗിയായിട്ട് ആ റൈസ് യൂസ് ചെയ്യാം. അത് നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്ത് നമുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, എഗ് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടാക്കാനുള്ള ഒരു മെയിൻ മിസമ്പിൾ നമുക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഒരുപാട് ടൈം അതുകൊണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇതിനായിട്ട് നമ്മൾ ആവശ്യമുള്ളത് ഒരു 3 ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാബേജിൻ്റെ ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം നമ്മൾ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടു. ആ ഒരു നല്ല കളർ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ബട്ടറിലാണ് അത് സോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. നമ്മളിതിൽ മുട്ട ആഡ് ചെയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് അടി പിടിക്കുന്നതുകൊണ്ട് ബട്ടർ എപ്പോഴും ഉപയോഗിച്ചാൽ നല്ല സോഫ്റ്റായിട്ട് റൈസ് കിട്ടാൻ ഒരുപാട് നല്ലതാണ്. ബട്ടറും ഒരല്പം വെജിറ്റബിൾ ഓയിലും 1 ടേബിൾ സ്പൂണുള്ള വെജിറ്റബിൾ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഒരുപാട് ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ഒരുപാട് ഇട്ട് നേരം കുക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മളിലേക്ക് ബസുമതി റൈസ് ബോയിൽ ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ബസുമതി റൈസ്, ഒരു നേരത്തേക്കുള്ള ഒരാൾക്ക് കഴിക്കാനുള്ള പോർഷൻ ഫ്രൈഡ് റൈസാണ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വെജിറ്റബിൾ എല്ലാം മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു പഞ്ചസാര, 1/2 ടേബിൾ സ്പൂണോളം ബ്ലാക്ക് പെപ്പർ, 1/2 ടേബിൾ സ്പൂണോളം സോയാ സോസ്. ഒരു കറക്റ്റ് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടും. സോയാ സോസ് കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഡാർക്കായി പോകും. അതുകൊണ്ട് ഒഴിച്ച് മാത്രം ഉപ്പിൻ്റെ അളവ് കൂടിപ്പോൾ, അതുകൊണ്ട് ജസ്റ്റ് ശ്രദ്ധിക്കുക. സോയാ സോസ് ലൈറ്റായിട്ട് മാത്രം ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു കളർ നല്ല കളർ കോമ്പിനേഷനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ, ബീൻസിൻ്റെ എല്ലാം നമുക്ക് കിട്ടി. ഗാർണിഷായിട്ട് ശരിക്കും സ്പ്രിംഗ് ഓണിയൻ അല്ലെങ്കിൽ സെലറി ലീവ്സാണ് ഉണ്ട്. അത് രണ്ടും നമ്മളൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഡയറക്റ്റായിട്ട് ഫ്രൈഡ് റൈസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൽ നമ്മൾ വേറെ ഗാർണിഷ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിനാകെ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കുറച്ചൊരു നുള്ളു പഞ്ചസാര, ഉപ്പ്, സോയാ സോസ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വൈറ്റ് പെപ്പറും അജിനോമോട്ടോവും. വൈറ്റ് പെപ്പർ ഇല്ലാതെ ബ്ലാക്ക് പെപ്പർ വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ. ഈ ഇത്ര ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്രൈഡ് റൈസ് നമുക്ക് തയ്യാറാക്കാം. ശരിക്കും ഇതൊരു ബാലൻസിങ് ആണ്. മധുരവും ഉപ്പും എരിവും ഇത് മൂന്നിൻ്റെ ഒരു ബാലൻസിങ് ആണ് ശരിക്കും ഫ്രൈഡ് റൈസ്.
ഒരു നുള്ളു പഞ്ചസാര ഇടാവുള്ളൂ, പക്ഷേ അത് തരുന്ന ടേസ്റ്റ് വളരെ വലുതായിരിക്കും. ഇത് നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.